നമ്മുടെ IT സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാരാണല്ലോ. അവർ നല്ല വിദ്യാഭ്യാസ എഞ്ചിനീയറിംഗ് ബിരുദവും എല്ലാം എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ അതേപോലുള്ള മറ്റ് ബിരുദങ്ങളുമൊക്കെ എടുത്തതിന് ശേഷമാണ് ഇതേപോലെ മൾട്ടിനാഷണൽസിലേക്കൊക്കെ വന്നു കയറുന്നത്. പ്രത്യേകിച്ചും IT സെക്ടറിൽ വന്ന് കയറി കഴിയുമ്പോൾ അവർ വളരെ നല്ല ഒരുമാതിരി മോശമല്ലാത്ത സാലറി ഒക്കെ കിട്ടും. അതുമൊക്കെ കൊണ്ട് അവർക്ക് വളരെ താല്പര്യത്തോടു കൂടി അവരങ്ങനെ മുമ്പോട്ട് നീങ്ങും. അപ്പോൾ അത് ഒരു 24-25 വയസ്സിലൊക്കെയാണ് അവർക്ക് ജോലി. 24 വയസ്സ് 23 വയസ്സിലൊക്കെ അവർക്ക് ജോലി കിട്ടും. ജോലി കിട്ടുമ്പോൾ അട്രാക്റ്റീവ് സാലറി ഒരു 10-50,000 രൂപ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് വളരെ വലിയ കാര്യമാണ്. കാരണം വിവാഹിതരൊന്നും അല്ല ആളുകൾ. ആ സമയത്ത് അവർക്ക് ഇഷ്ടം പോലെ പണമായി ആ രീതിയിലുള്ള ഒരു തോന്നൽ വരും. ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോൾ യവന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ IT സെക്ടറിലെ ഭീമന്മാർ ഇവരുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനൊക്കെ കിട്ടിക്കഴിഞ്ഞു. അവർക്ക് വേണ്ടത് ഇനി ഫ്രഷ് ബ്ലഡാണ്, പുതിയ രക്തം അവർക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഈ 35-40 വയസ്സൊക്കെ ആയാൽ അത് തട്ടിക്കളയും. പിന്നെ ഇത് കഴിഞ്ഞ് ഈ പിള്ളേരെന്ത് ചെയ്യും? ഈ ആളുകൾ എന്ത് ചെയ്യും? 40 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇവരെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഇവരെവിടെ പോയി ജോലി ചെയ്യും? ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. എന്തിനാണെന്ന്, അതായത് ഓരോ വർഷം ഇൻക്രിമെൻ്റ് ഒക്കെ കൊടുക്കണമല്ലോ. അങ്ങനെ ഇൻക്രിമെൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് വരുമ്പോൾ ശമ്പളം വലിയ തുകയാവും. ഒരു 35-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് വലിയ എമൗണ്ട് ആവും സാലറി. അപ്പോഴെന്താണെന്നറിയോ, അങ്ങ് തട്ടിക്കളഞ്ഞാൽ പുതിയ ഒരാളെ എടുക്കുമ്പോൾ ഈ 30,000 രൂപയോ 35,000 രൂപയോ ശമ്പളം കൊടുത്താൽ മതി, അല്ലെ 40,000 രൂപ കൊടുത്താൽ മതി. അല്ലാതെ ഇതുപോലെ 1,00,000 മേളിൽ ശമ്പളം കൊടുക്കണ്ട. അപ്പോൾ ഇവന്മാർ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഫ്രഷ് ബ്ലഡിന് വേണ്ടി ഇവർ എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ചതിന് ശേഷം വർക്ക് അവരുടെ ഔട്ട്പുട്ട് മോശമാണ്, അവരുടെ റെക്കോർഡ് മോശമാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങ് ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ ജോലി ഇല്ലാതായി പോകുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ടെന്നറിയാം. ഈ 40 വയസ്സിൽ ഒരാളെ പറഞ്ഞയച്ചാലെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 80 വയസ്സാണ് ഇപ്പോൾ. ഈ 40 വർഷം അയാൾ പിന്നെ എങ്ങനെ ജീവിക്കും? ഒരു ജോലിയില്ലാതെ. നല്ല കാലം, ചെറുപ്പത്തിൻ്റെ നല്ല കാലം മുഴുവൻ ഇവർക്ക് വേണ്ടി പണിയെടുത്തു. അത് കഴിഞ്ഞ് അങ്ങ് പറഞ്ഞയക്കും. ഇത് ഇവന്മാർ സ്ഥിരമായിട്ട് ചെയ്യുന്ന പണിയാണ്. മൾട്ടിനാഷണൽസ്, പ്രത്യേകിച്ച് IT സെക്ടറിൽ ഇതൊരു സ്ഥിരം പരിപാടിയാണ് ഈ ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. അത് അങ്ങനെ ചെയ്യാത്ത ഏതാനും കമ്പനികളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ മൾട്ടിനാഷണൽസും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മിക്കവാറും മൾട്ടിനാഷണൽസ് എടുക്കുന്ന തീരുമാനം ഇതൊക്കെയാണ്. ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ കമ്പനികളുടെ പലപ്പോഴും അവരുടെ ഹെഡ് ഓഫീസ് എന്നൊക്കെ പറയുന്ന ഒന്നും ഇന്ത്യയിലല്ല. അത് അമേരിക്കൻ കമ്പനികളാണ് കൂടുതൽ, അല്ലെങ്കിൽ ജർമ്മൻ ആയിരിക്കും. അതേപോലെ മറ്റ് പല രാജ്യങ്ങളിലുമാണ് ഇവരുടെയൊക്കെ ഈ ഹെഡ് ഓഫീസ് ഉള്ളത്. അപ്പോൾ എന്താണെന്നറിയാം, ഇവർക്ക് ഒന്ന് ചോദിക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ഇത് ആരുടെ ചോദിക്കണം എന്ന് പോലും അറിയാൻ വയ്യ. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എന്താണെന്നറിയാം, നമുക്ക് ഈ ലേബർ നിയമങ്ങൾ, നല്ല നിയമങ്ങൾ നമുക്കുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. ആ നിയമങ്ങളെല്ലാം അങ്ങ് നള്ളിഫൈ ചെയ്ത് എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞതിന് ശേഷം ഈ കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത ശുദ്ധ തോന്നിവാസം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ലേബർ കോഡ് എന്ന് പറയുന്ന ഒരു 3 നിയമങ്ങളായിട്ട് ഇതിങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്താ കാര്യം? ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമൊക്കെ ഇല്ലാതായി. അപ്പം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഉള്ളത് കളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ നല്ല കാര്യത്തിന് വേണ്ടിയൊന്നും ട്രേഡ് യൂണിയൻ ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും. അപ്പം നമ്മൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ നമ്മൾ കണ്ടതാണ്. INTUC എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയനിലെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം നേരിടുന്ന ആൾ. ഇതാ ഞാൻ പറഞ്ഞത്, കോടിക്കണക്ക്, 1-2 അല്ല, 12,000 കോടി വരെ പോയിട്ടുണ്ട് അതിൽ നിന്ന്. ആ രീതിയിലാണ് കണക്ക് കൂട്ടൽ. അയാൾ പറയുന്നത് അയാൾ 3 വർഷം ഇരുന്നിട്ടുള്ളൂ ചെയർമാനായിട്ട്. അതുകൊണ്ട് അയാൾക്ക് ബാക്കിയൊന്നും, ഈ 3 വർഷം കൊണ്ട് എത്ര കോടിയാണ് പോയിക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള ആള്, അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ഇതിൻ്റെ കുഴപ്പം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം മുഴുവൻ നശിച്ചുപോയി. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഒന്നും ഇല്ലാതായി. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ. കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി, IT ഫേമാണ്. ആ കോറോ ഹെൽത്തിൻ്റെ കേരളത്തിലുള്ള 2 ഇടത്താണ്, എറണാകുളത്തും കോഴിക്കോടുമാണ് ഇവരുടെ ഓഫീസുകളുള്ളത്. അവിടെ വർക്ക് ചെയ്യുന്ന 800 ആളുകളെയാണ് ഒന്നിച്ച് പിരിച്ചുവിടുന്നത് ഇപ്പോൾ.
അവർക്ക് ജോലിയില്ല, നാളെ മുതലേ ജോലിയില്ല. മൈക്കൊക്കെ കെട്ടിയാൽ വിളിച്ചു പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അവിടെ സുരക്ഷാ ജീവനക്കാരെന്ന് പറയുന്ന പേരിൽ ഗുണ്ടകളെയാണ് അതിനകത്താക്കിയേക്കുന്നത്, അതിനകത്ത് നിയമിച്ചു വച്ചേക്കുന്നത്. സുരക്ഷാ ജീവനക്കാർ ഗുണ്ടകൾ, പക്ക ഗുണ്ടകളെയാണ് വാടകയ്ക്കെടുത്ത് കൊണ്ടുവന്ന് നിർത്തിയേക്കാണ്. അപ്പോൾ അവന്മാർ ഇവരെ ഉപദ്രവിക്കും. പിള്ളേരെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ചെറുപ്പക്കാർ പിള്ളേരാണ് എല്ലാം. ഒരു 30 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ് അവിടെ കഷ്ടപ്പെട്ട് വിഷണ്ണഭാവത്തോടു കൂടി നിൽക്കുന്നത്. അവരുടെ നിൽപ്പ് കണ്ടാൽ തന്നെ അങ്ങ് വളരെ സങ്കടം വരും. പക്ഷേ അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് മാർഗങ്ങളൊന്നും ഇല്ലാതായി. അതിൻ്റെ കാരണം എന്താണെന്നറിയാം? അത് നമ്മുടെ സർക്കാരുകളുടെ വീഴ്ചയാണ്. കാരണം ഇത് ഈ ഓരോ സമയത്ത് ഇവർ ജോലിക്ക് ചേരുമ്പോൾ ഒരു കോൺട്രാക്റ്റ് അങ്ങ് എൻ്റർ ചെയ്യുക. ആ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്താൽ പുതിയ ലേബർ കോഡ് അനുസരിച്ച് ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഉണ്ട്. ഈ കോൺട്രാക്റ്റിനകത്ത് ഉണ്ട് എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം. അതിനാകെ വേണ്ടത് 3 മാസത്തെ നോട്ടീസ് പീരീഡ്. അതായത് ഇവർക്ക് വേറെ ജോലി ഉണ്ടാക്കാനായിട്ടാണ് 3 മാസം നോട്ടീസ് പീരീഡ് വേണം. ഇത് നോട്ടീസ് പീരീഡ് ഒന്നും ഇല്ലാതെ അങ്ങ് പിരിച്ചുവിടാനുള്ള ഇടപാടങ്ങ് കൊടുത്തു. നാളെ ജോലിയില്ല, തീർന്നു. ഇവർ ഈ ആകാശത്തേക്ക് നോക്കി നിൽക്കുക ഈ കുഞ്ഞുങ്ങൾ. കാരണം എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ വയ്യ. അവർ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്, ഒരു മാർഗവുമില്ല. അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ടു എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇടപെട്ടില്ല, MLA ഇടപെട്ടു. ശ്രീമതി ഉമാ തോമസ് അതിനകത്ത് ഇടപെട്ടു. ഇവർ ലേബർ കമ്മീഷനും അതുപോലെ ആളുകളെയൊക്കെ കോണ്ടാക്ട് ചെയ്തു. ആ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും ലേബർ ഓഫീസറും ഒക്കെ കൂടെ യവന്മാരെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവന്മാർക്ക് മനസ്സില്ല വരാൻ ഈ കമ്പനിക്ക്. കാരണം എന്താണെന്നറിയോ? അവർക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് അവർ പറയുന്നത്. കോൺട്രാക്റ്റ് അനുസരിച്ച് അവർ പോകും. അതേ ഉള്ളൂ. ഞങ്ങൾ അത് കറക്റ്റ് ലീഗൽ അഡ്വൈസിൻ്റെ പുറത്താണ് ഇവന്മാർ നീങ്ങുന്നത്. കാരണം അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കണ്ടീഷൻ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും പിരിച്ചോ. അപ്പോൾ പറഞ്ഞ് നോട്ടീസ് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പം അതിന് ചെയ്ത പണി എന്തോന്നറിയോ? ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്നലെ തന്നെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ 3 മാസത്തെ ശമ്പളം, 2.5 മാസത്തെ ശമ്പളം അതങ്ങ് കൊടുത്തു. അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നോട്ടീസിന് പകരമായല്ലോ എന്നുള്ള കാഴ്ചപ്പാടാണ്. പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത് നോട്ടീസ് തന്നെ വേണം. ആ ശമ്പളം മാത്രമല്ല കൊടുക്കേണ്ടത്. 3 മാസം ശമ്പളം കൊടുത്ത് വീട്ടിൽ ഇരുത്തല്ല വേണ്ടത്. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ എന്താണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞതുപോലെ പണ്ടാണെങ്കിൽ ഒരു കാഷ്യൂ ഫാക്ടറിയിലെ ഒരു ജീവനക്കാരെ പിരിച്ചുവിടാൻ പറ്റുമോ? കാരണം ഇല്ല, കാക്കക്കുട്ടി കല്ലെടുത്തെറിയുന്നവരാണത്. അപ്പോഴത്തേക്ക് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, അന്ന് ട്രേഡ് യൂണിയനുകൾ അത്രത്തോളം ശക്തിമത്തായിരുന്നു, അവരിഞ്ഞിറങ്ങും. ഇപ്പം ട്രേഡ് യൂണിയനുകളുടെ പ്രസക്തി ഇല്ലാതാക്കി ഈ ലേബർ കോഡ് മൂലം. മാത്രമല്ല ഇവിടെ ഇതിൻ്റെ റൂൾസ് ഫ്രെയിം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്, ചട്ടങ്ങളില്ലാത്തതുകൊണ്ട് ഈ കേന്ദ്ര നിയമത്തിലെ കാര്യങ്ങൾ, കേന്ദ്ര റൂൾസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ആ രീതിയിലേക്ക് പോകണം. അങ്ങനെ ആയിപ്പോയി. എന്തായാലും ശരി, ഈ 800 കുട്ടികളുടെ കാര്യമുണ്ടല്ലോ, വളരെ കഷ്ടമാണ്. അവർക്ക് എങ്ങും മുട്ടാൻ വാതിലുകളില്ല. ഇവിടെ നോക്കിയപ്പോൾ എന്താ, യവന്മാർ മേലുദ്യോഗസ്ഥൻ ഒരുത്തനുണ്ട്, കൺട്രോളർ എങ്ങാണ്ട് ഒരുത്തനുണ്ട്. അവൻ ഡൽഹി നോയിഡയിൽ എങ്ങാണ്ടാണ്. ഇവർക്ക് വേറെ എന്നിട്ട് പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ ഹൈദരാബാദിലും പൂനെയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരും ഒക്കെ പുതിയ ഓഫീസുകൾ അവർ തുറക്കാൻ പോവുക. അതിലേക്ക് അപ്പോയിൻമെൻറ്റ് നടത്തുന്നുണ്ട് യവന്മാർ. അതെല്ലാം തടയണം. യഥാർത്ഥത്തിൽ ഈ കേരള ഗവൺമെൻറ് മാത്രമല്ല, കേന്ദ്ര സർക്കാരും ഇതിൽ ഇടപെടണം. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ടിട്ട് യവന്മാരുടെ ഇതങ്ങ് പൊളിച്ചടക്കണം. മര്യാദയ്ക്ക് ഇത് നടത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കമ്പനി ഇവിടെ വേണ്ട എന്ന് ഒരു തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഭാവി ഇരുട്ടിലാവും. കഷ്ടമാണ്.